ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് അകാലനര. അപ്പോൾ അതിന് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ കളർ കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അതുപോലെ മുടി നന്നായിട്ട് തഴച്ചു വളരുന്നതിനും മുടിയിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും താരന്, അതുപോലെ മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നത്, ഡ്രൈ ആയിട്ടുള്ള മുടി, ഇതിനൊക്കെയുള്ള പരിഹാര മാർഗം കൂടിയാണ് ഈ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിയായിട്ടിരിക്കുന്നതായതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓണായിരുന്ന സമയത്ത് അതിൻ്റെ സൈഡിലായിട്ട് വെച്ചുകൊണ്ട് അതൊന്ന് കുറച്ച് മെൽറ്റായി വന്നതാണ്. ആ മെൽറ്റായിട്ടുള്ളത് കിട്ടിയത്. പിന്നീടുള്ളത് രണ്ടാമത്തെ കപ്പിന് നിറച്ച് കിട്ടിയില്ല. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടുള്ളത് കൂടെ എടുത്തിട്ടാണ്, അങ്ങനെ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എടുത്തിരിക്കുന്നത് ചെമ്പരത്തി പൂവിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് 1 കപ്പ് ഡ്രൈ ആയിട്ടുള്ള ഹിബിസ്കസ് ആണ്, ഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ ചിലന്തിയും അങ്ങനെ അഴുക്കും ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. നല്ലതായിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ നല്ല ആയിട്ടുള്ള ഫ്ലവർ വേണം എടുക്കാനായിട്ട്. ചെമ്പരത്തി പൂവൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പം വെളിച്ചെണ്ണ ചൂടായി കുറച്ച് പത പോലെ വരും. അങ്ങനെ നന്നായിട്ട് പത പോലെ വന്നിട്ട് അത് തന്നെ അങ്ങ് പത പോവും. ആ സമയമാണ് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ പാകമായിട്ട് വരുന്ന ഒരു ടൈം. തീ മീഡിയം ഫ്ലെയിമിന് താഴെ വെക്കാൻ പാടുള്ളൂ. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ചെമ്പരത്തി പൂ ഇട്ട് കാച്ചിയെടുക്കുന്ന ആ എണ്ണയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളറാണ് വരുന്നത്. ഫ്രഷായിട്ടുള്ള ചെമ്പരത്തി പൂവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കാച്ചി തന്നെ നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാച്ചാതെ തന്നെ ഈ എണ്ണയിൽ ഈ ഫ്ലവർ ഇട്ട് വെച്ചിട്ട്, ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ ഇട്ട് വെച്ചിട്ട് ഒരു 7 ദിവസം മാറ്റി വെക്കണം. ആ മാറ്റി വെക്കുന്ന ദിവസം ഒരു 3-4 ദിവസം നമുക്ക് ഇടയ്ക്ക് വെയിലൊന്ന് കൊള്ളിച്ചാൽ മതി. ആ സമയത്ത് ആ ഫ്ലവറിൽ നിന്നുള്ള ഗുണങ്ങളെല്ലാം ആ വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങിക്കിട്ടും. ഉണ്ടാകുന്നത് നിന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുന്നു. എന്നിട്ട് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഇത് അരിക്കുന്നത്. അപ്പോഴേ അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം ആ എണ്ണയിലോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ല ക്ലീനായിട്ടുള്ള ഗ്ലാസ് ജാർ വേണം എടുക്കാൻ. അതിലോട്ട് അരിച്ച് ഇത് എണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളർ എണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചെമ്പരത്തി പൂവ് മുടി വളർച്ചയ്ക്കും അതുപോലെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ആയിക്കോട്ടെ മുടി വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ ആയുർവേദത്തിലൊരു മെയിൻ ഐറ്റം തന്നെയാണ് ചെമ്പരത്തി എന്നുള്ളത്. ചെമ്പരത്തി പൂവും അതിലെ ഓരോ ഇലയും ഒക്കെ. നമ്മളിവിടെ ചെമ്പരത്തി പൂവുണ്ട് കാച്ചി എണ്ണ ഉണ്ടാക്കിയെടുത്തു. ഇനി അടുത്തതിലോട്ട് പോവാം. ഒരു ബൗൾ വെച്ചു. അതിലോട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഹിബിസ്കസ് ഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. പൂവും ഇലയൊക്കെ ഉപയോഗിച്ച് നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാത്തതിന് വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഒന്നാണ് ചെമ്പരത്തി പൂ കൊണ്ടും അതുകൊണ്ട് ഇല കൊണ്ടുമുള്ള താളി. അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ട് അതിൽ നിന്ന് ഒരു പകുതി വെള്ളം ഞാൻ മാറ്റി ഒരു പാത്രത്തിലോട്ട് എടുക്കുന്നുണ്ട്.
ആ പകുതി വെള്ളവും ആ ഡ്രൈ ആയിട്ടുള്ള ഹിബിസ്കസ് ഫ്ലവറൂടെ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഒരു 2 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഫ്ലാക്സ് സീഡ് ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഇത് കുറുകി വരുന്നതായിരിക്കും, ഒരു ജെല്ല് കണക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറുകി വരുന്ന ഒരു സമയമാകുമ്പോൾ തന്നെ ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഉടനെ തന്നെ നമ്മളിത് അരിച്ചെടുക്കണം. നമുക്കറിയാം ചെമ്പരത്തി നല്ല ഒരു താളിയാണ്, അതായത് ഒരു കണ്ടീഷണറാണ്. അപ്പം നമുക്ക് ഇതുപോലൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പും താരനൊക്കെ മാറുന്നതിനൊക്കെ സഹായിക്കും. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കി അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. സീഡ് പെട്ടെന്ന് ഇത് ജെല്ല് കണക്കെ കട്ടിയാകുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു സ്പൂൺ ഇട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കുക തന്നെ വേണേ. ചെമ്പരത്തി ഈ പൂ ഇട്ടിട്ടുള്ള ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുടിയെ തേക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് ഒരു ബോട്ടിലിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തലമുടിയെ മാത്രമല്ല, നമുക്ക് സ്കിന്നിലൊക്കെ ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴേ ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള ഈ ജെല്ല് നമുക്ക് മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പം മുടി നല്ല സോഫ്റ്റും മിനുസും ആയിട്ട് വരുന്നതിനൊക്കെ സഹായിക്കും. ജെല്ല് അരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ വേസ്റ്റായിട്ടുള്ള അത് ചെമ്പരത്തിയുടെ ആ ഫ്ലാക്സ് സീഡോടുള്ള വേസ്റ്റായിട്ടുള്ളത് കളയരുത്. അത് നമ്മൾ മിക്സർ ജാറിലിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്ത് നമുക്ക് സ്കിന്നിലും കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്തേത്, ഉള്ളിലോട്ട് കുറച്ച് അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്ലാക്സ് സീഡ് ചെമ്പരത്തിയുടെ ഉള്ള ആ ജെല്ല് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത്, അതുപോലെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പറന്ന് പോകാതിരിക്കാനൊക്കെ ഈ ജെല്ല് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മുടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അവിടെ മുടി നല്ലതായിട്ട് ഒതുങ്ങി ഇരിക്കും. നാലാമത്തത്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബദാം ഗമാണ്. ബദാം മരത്തിൻ്റെ കറയാണ്. അതുപോലെ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഹാർഡായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇത് കുതിരാൻ ഇട്ട് വെക്കണം. അങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കുതിർന്ന് വരും. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ കുതിർത്ത് എടുത്ത ബദാം ഗമ്മാണ് ഞാൻ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഇത് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു കണ്ടീഷണറാണ്. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും ഷൈനി ആയിട്ടും തിളക്കത്തോടു കൂടി കിട്ടുന്നതിന് സഹായിക്കും. അതേപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ മാറി കിട്ടുന്നതിന് സഹായിക്കും. അഞ്ചാമത്തത്, നമ്മളൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. ഡൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയാണ്. അപ്പോൾ ഇരുമ്പ് ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് 2 ടേബിൾ സ്പൂൺ എണ്ണയും അതുപോലെ 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയുടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ചേർക്കുന്ന എണ്ണയും നെല്ലിക്കാപ്പൊടിയൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം. അതേപോലെ നമ്മൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ആ പാക്കറ്റ് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ എടുത്ത് വെക്കണം. എന്നിട്ട് ഇത് രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗ്യാസിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു ഡാർക്ക് കളറിലോട്ട് വരുന്ന സമയം വരെയും നമ്മളിത് ചൂടാക്കി എടുക്കണം. അപ്പോൾ തീയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെ വെക്കണം. ഒത്തിരി തീയൊന്നും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ ഇതൊന്ന് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഗ്യാസിലോട്ട് വെച്ച് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കുന്ന സമയത്ത് ആദ്യം ഒരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ട് പിന്നീട് ഒരു ഡാർക്ക് കളറിലോട്ട് വരുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. ഉണ്ടാക്കുന്ന സമയത്ത് കളറ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മുടിയിൽ കളർ പിടിക്കുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ നെല്ലിക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി കൂടുതൽ കൂട്ടിയെടുക്കണം. ഗ്യാസ് ഓഫാക്കി എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് നിന്നില്ല. അതിന് മുമ്പ് തന്നെ കുറച്ച് നമ്മുടെ ആ ചെമ്പരത്തിയുടെ വെള്ളം നമ്മൾ മാറ്റി വെച്ചത് അത് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്പരത്തി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒന്ന് കുഴമ്പ് പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. വെള്ളമായി പോയാൽ അങ്ങ് ഒലിച്ചിറങ്ങും മുടിയെന്ന്. അപ്പം മുടിയിൽ പിടിച്ചിരിക്കത്തില്ല. അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലായിരിക്കണം നമ്മളിത് മിക്സാക്കി എടുക്കേണ്ടത്. അതുപോലെ ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സാക്കി എടുക്കണം. അങ്ങനെ ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമയത്ത് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതുമല്ല നമുക്ക് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറിലോട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യേ. ഞാനെടുത്ത പൊടി ആണെങ്കിൽ ഇരുമ്പ് ചീനിച്ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ കളർ കൂടുതൽ റിലീസാകുന്നതിന് സഹായിക്കും. ഇനി അങ്ങനെ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇത് മിക്സ്ഡ് ജാറിലോട്ട് പിന്നെ ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും ഇട്ടിട്ട് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പനിക്കൂർക്കയുടെ ഇലയോടെ ഇട്ട് കൊടുക്കാം. അതേപോലെ 3-4 ഗ്രാമ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചെമ്പരത്തിയുടെ വെള്ളത്തോടെ ഒഴിച്ച് നന്നായിട്ട് ഒരു പേസ്റ്റ് കണക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് 24 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്ക് മുടിയിൽ എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു ചീപ്പ് ഉപയോഗിച്ച് കോമ്പ് ചെയ്യുന്നതിനും കൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് വെക്കണം മുടിയിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വേണം മുടി കഴുകാനായിട്ട്. കഴുകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ചെമ്പരത്തി വെള്ളം കുറച്ച് കൂടെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണ്. ഉണ്ടല്ലോ, ചെമ്പരത്തി പൂ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി പല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടവരാരും ഇനിയും ഒരു ചെമ്പരത്തി പൂ പോലും കളയത്തില്ല. അപ്പോൾ ഞാനിവിടെ ഹെയർ ഓയിൽ, ചെമ്പരത്തി കൊണ്ടുള്ള ജെല്ല്, ചെമ്പരത്തി കൊണ്ടുള്ള വാട്ടർ, അതേപോലെ ചെമ്പരത്തി കൊണ്ടുള്ള കണ്ടീഷണർ, ബദാം ഗം വെച്ചിട്ട് കണ്ടീഷണർ, അതുപോലെ ഡൈയും ഉണ്ടാക്കി. അതേപോലെ നമ്മളുണ്ടാക്കിയ ആ ചെമ്പരത്തിയുടെ ആ ഹെയർ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഹെയർ ക്രീം ഉണ്ടാക്കാം. അപ്പം ഞാൻ ഹെയർ ക്രീം ഉണ്ടാക്കുന്നതിന് 2-3 വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് ഹെയർ ക്രീമും ഉണ്ടാക്കുന്നത്. ഹിബിസ്കസിൻ്റെ ഹെയർ ക്രീം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് ഈ ഹിബിസ്കസിൻ്റെ ഹെയർ ക്രീം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പംകിൻ സീഡ് വെച്ചിട്ടുള്ള ഹെയർ ക്രീം ഉണ്ടാക്കി, കറിവേപ്പില വെച്ചിട്ടുള്ള ഹെയർ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ കരിഞ്ചീരം വെച്ചിട്ടുള്ള ഹെയർ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതി തന്നെയാണ് ഇവിടെയും ചെമ്പരത്തിയുടെ ഈ എണ്ണ വെച്ചിട്ടുള്ള ഹെയർ ക്രീം ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഹെയർ ക്രീം അല്ലെങ്കിൽ ഹെയർ ബട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഷിയ ബട്ടർ കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ക്രീമാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ തന്നെ വീഡിയോ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.